ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബാൻഡിഡ്സ് ഓവർ ദ വയർ ലെവൽ 0 to 1 ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഫയർഫോക്സ് എടുത്ത് ഓവർ ദ വയർ സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ ബാൻഡ് എടുത്ത് ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് ലെവൽ 0 to 1 ആണ്. അതിന് മുന്നേ ആദ്യം നമ്മൾ ലെവൽ 0 കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ലെവൽ 0 നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകണമെന്ന് ആദ്യം. അപ്പോൾ ആദ്യമായിട്ട് പുതിയ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ റൂട്ട് യൂസർ ആവുക. എന്നിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത് SSH ആണ്. അതിൻ്റെ ഹോസ്റ്റ് അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോർട്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്പെസിഫിക് പോർട്ടിൽ മാത്രമേ നമുക്ക് ഇതിൽ വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ പോർട്ട് നമ്പർ പ്രത്യേകിച്ച് കൊടുത്തിട്ടുള്ളത്. പോർട്ട് കൊടുക്കാതെ നമ്മൾ SSH ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ യൂസർ നെയിം കൊടുക്കണം. പിന്നെ അറ്റ് കൊടുത്തിട്ട് എന്തിലോട്ട് ഏത് വെബ്സൈറ്റോ അല്ലെങ്കിൽ ഏതാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ലിങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പോർട്ട് സ്പെസിഫൈ ചെയ്യാൻ പോവാണ്. -P കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. ഇവിടെ S കൊടുക്കുക. പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് ഇത് തന്നെയല്ലേ. കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഉള്ളതെല്ലാം ഫയൽസ് എല്ലാം ലിസ്റ്റ് ചെയ്യാൻ പോവാണ് ആദ്യം. അതാ ഇവിടെ ഒരു ഫയൽ ലിസ്റ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് റീഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ലെവൽ 1 പാസ്വേഡ് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. അതിന് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക ആദ്യം. എന്നിട്ട് ബാൻഡിഡ്സ് 0 എന്നുള്ളത് 1 ആക്കി കൊടുക്കുക. ബാക്കിയൊക്കെ അതേപോലെ തന്നെയാണ്. പാസ്വേഡ് കേൾക്കുന്നിടത്ത് നമ്മൾ നേരത്തെ കോപ്പി എടുത്തത് പേസ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഉള്ള ഫയൽസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഫയലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് നമുക്ക് കാറ്റ് വെച്ച് റീഡ് ചെയ്യാൻ പറ്റില്ല. കാറ്റ് ഹൈഫൺ അടിച്ചാൽ റീഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടെക്നിക്കാണ്. കേട്ടോ, ലെസ് ദാൻ സിമ്പിൾ ഇട്ടിട്ട് ആ ഫയലിൻ്റെ നെയിം കൊടുക്കുക, അഥവാ ഈ ഹൈഫൺ ഇട്ട് കൊടുക്കുക. അതല്ല, നമുക്ക് വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. PWD അടിക്കുക. പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറിയാണ്. അതടിച്ച് കഴിഞ്ഞിട്ട് അത് കോപ്പി ചെയ്യുക. കാറ്റ് അടിക്കുക ആദ്യം. എന്നിട്ട് ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് സ്ലാഷ് ഇട്ടിട്ട് ഒരു ഫയലിൻ്റെ നെയിം ഇട്ട് ഹൈഫൺ അല്ലേ, അതടിച്ചെടുത്താൽ അപ്പോഴും കിട്ടും. പിന്നുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് // ഇട്ട് കൊടുക്കണം. // പിന്നെ ഫയലിൻ്റെ നെയിം. അങ്ങനെ ഈ 3 മെത്തേഡിൽ നമുക്ക് ഇത് ഫയൽ റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ
സെക്കൻഡ് ലെവലിലോട്ടുള്ള പാസ്വേഡ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.